കഴിഞ്ഞ നൈറ്റ് വെയിൽ രാത്രികളിൽ നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്ത മഹനീയമായ കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് നടക്കുന്ന സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോം ശുശ്രൂഷകനായ ബ്രദർ ബാബു NB ആണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ പെരുമഴ ലോകമെമ്പാടും നൈറ്റ് വിജിലൂടെ ഈ രാത്രിയിൽ പെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ അപരിമയമായ സാന്നിധ്യം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാകുന്ന രാത്രിയിൽ ഏറെ സന്തോഷത്തോടുകൂടെ സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാം, വരുവിൻ എന്നോടൊന്നിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ നന്മകൾ വായിച്ചു കേൾക്കാൻ മുന്നോടിയായി ഒരു നിമിഷം കർത്താവിന് നന്ദി പറയുന്നത് യുക്തമാണെന്ന് തോന്നുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 105 സങ്കീർത്തനം 1 തിരുവചനത്തിൽ സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു: കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ നാമം ഉദ്ഘോഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തെ അനേകം ഇടങ്ങളിലിരുന്ന് അനേകം ജീവിതങ്ങൾ ഈ നൈറ്റ് വീലിനോട് ചേർന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ദൈവശക്തി ഈ രാത്രിയിൽ പെരുമഴ പോലെ അവർ ഓരോരുത്തരും ജീവിതങ്ങളിൽ ദൈവമായ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിശുദ്ധ ഗ്രന്ഥം തുറന്നുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പ്രവചനം യേശുനാഥൻ വായിക്കുകയാണ് സിനോഗയിൽ വെച്ച്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ഈ രാത്രിയിൽ അനേകം ജീവിതങ്ങളിൽ അന്വർത്ഥമാകാൻ പോകുന്ന നിമിഷങ്ങളിലേക്കാണ് നാം കടന്നു വരുന്നത്. അന്വർത്ഥമായതിൻ്റെ സാക്ഷ്യങ്ങളും നാം വായിച്ചു കേൾക്കുകയാണ്. ബന്ധിതരെ മോചിപ്പിച്ച, അന്ധർക്ക് കാഴ്ച നൽകിയ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളുടെ സാക്ഷ്യ വിവരണം നാം വായിച്ചു കേൾക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:8 കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതേ ദൈവം ജീവിക്കുകയാകയാൽ നിങ്ങൾ ലോകത്തെവിടെയായിരുന്നാലും ഈ സാക്ഷ്യ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുവാൻ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, 30 ലക്ഷം ദൈവജനത്തെ 40 വർഷത്തോളം നയിച്ച, മന്ന കൊടുത്ത് തീറ്റിപ്പറ്റിയവനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ഓരോരുത്തരും പ്രശ്നങ്ങളിലേക്ക് കടന്നു വരികയായി. ഒരു കാര്യം നാം ചെയ്യേണ്ടതുണ്ട്: രാജാതിരാജനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനും രക്ഷിതാവുമായി ഈ രാത്രി നാം സ്വീകരിക്കുമെങ്കിൽ നമ്മുടെ വിലാപങ്ങളെല്ലാം ആനന്ദ നൃത്തമായി മാറും. ഭയത്തിൻ്റെ വഴികളിലേക്ക് യേശു കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞ വഴികൾ തുറന്ന് പുതിയ വഴികൾ നല്ലവനായ യേശുനാഥൻ നമുക്കായി തുറന്നു തരും. വിശ്വസിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രി നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ഗാനത്തോട് ചേർന്ന് നിങ്ങളുടെ ഹൃദയം ഒന്ന് സമർപ്പിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ പ്രിയപ്പെട്ടവരെ? രാജാതിരാജനായ യേശുവിനെ ഹൃദയത്തിൻ്റെ നാഥനും രക്ഷിതാവുമായി ഈ രാത്രിയിൽ ഒരുമയോട് നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ അല്പം തുറന്ന് പിടിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ,
രക്ഷകനായ ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ നാഥനും കർത്താവും രക്ഷിതാവുമായി ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങളെയും ഒന്ന് ഉയർത്തുക, കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി. രാജാതി രാജനായ യേശു ഇതാ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ കടന്നു വരികയാണ്. അവനെ ഹൃദയമുയർത്തി, മനമുയർത്തി സ്തുതിച്ചുകൊണ്ട് ഒരു നിമിഷം അവനെ സ്വീകരിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ ജീവനോടെ. ആദരങ്ങൾ തുറന്ന്, ആദരങ്ങൾ തുറന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിക്കാമോ? കരമൊന്ന് ഉയർത്തിയടിച്ച് രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മൂടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മൂടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനോടെ, ശക്തിയോടെ
ഓ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി ഇരിക്കാം. കഴിഞ്ഞ നൈറ്റ് രാത്രികളിൽ കർത്താവ് തൻ്റെ കരമുയർത്തി തൻ്റെ ജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തിയതിൻ്റെയും വിടുവിച്ചതിൻ്റെയും സാക്ഷ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും സാക്ഷ്യങ്ങൾ മാത്രമാണ് നാം വായിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ചിന്നമ്മ ജോസഫ് എഴുതിയ സാക്ഷ്യമാണ് നാം ആദ്യം വായിക്കുന്നത്. എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഷാലോം നൈറ്റ് വിജിൽ ഈ പ്രശ്നം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞിനെ ലഭിച്ചാൽ നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു. മക്കളും ഈ നിയോഗത്തിന് ഷാലോമിലേക്ക് കത്ത് അയച്ചിരുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. 12 വർഷങ്ങൾക്ക് ശേഷം ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ എല്ലാ ദമ്പതികളുടെയും ഒരു ആഗ്രഹമാണ് ഒരു കുഞ്ഞിക്കാല് കാണുക എന്ന്. 1 വർഷമല്ല, 2 വർഷമല്ല, 5 വർഷമല്ല, 12 വർഷങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കുടുംബത്തിൻ്റെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയോട് ചേർന്ന് നൈറ്റ് വീലിലെ പ്രാർത്ഥനയും അവർ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ദൈവം സന്താന ഭാഗ്യം നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. 1 സാമുവേൽ പ്രവചനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഹന്ന എന്നൊരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൾ ഹൃദയം നൊന്ത് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഒരു സന്താനത്തെ നൽകണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ദൈവത്തിൽ നിന്ന് വൈകിയാലും അതെല്ലാം ശ്രേഷ്ഠമായിരിക്കും. എന്തെല്ലാം വൈകിയാലും നമ്മൾ നിരാശപ്പെടരുത്. പ്രത്യാശയോടെ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് തൻ്റെ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ സാംസനെ കുറിച്ച് നാം പഠിക്കുകയാണ്. മനോവയുടെ വന്ധ്യയായ ഭാര്യയിൽ ദൈവം നൽകിയ സന്താനമാണ് സാംസൺ. ഇസ്രായേലിലെ ശക്തനായ ന്യായാധിപൻ, അഭിഷേകം നിറഞ്ഞവൻ, ദൈവജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ സന്താനം. പ്രിയപ്പെട്ടവരെ, മക്കളെ ലഭിക്കാത്തവർ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ മനസ്സ് തളരരുത്, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സമയത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഒരിക്കൽ കൂടി കരമുയർത്തി നല്ലവനായ ദൈവത്തെ ഒന്നുകൂടി ആരാധിക്കാം. ഹല്ലേലൂയ. കരമടിച്ച സന്തോഷത്തോടെ സന്തോഷത്തോടെ അടുത്തിരിക്കുന്ന ആളെയൊക്കെ നോക്കി ആനന്ദിച്ച് ഹന്ന കരഞ്ഞതു കേട്ടു, സമൂവേൽ ബാലനെ നൽകി. ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. ഹന്ന കരഞ്ഞതു കേട്ടു, സമൂവേൽ ബാലനെ നൽകി. ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. എല്ലാം സാധ്യം, എല്ലാം സാധ്യം, എല്ലാം സാധ്യം, എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. വിശുദ്ധ ബൈബിളിലെ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. അവിടെ സിറിയൻ രാജാവിൻ്റെ സൈന്യാധിപനായ നാമാൻ എന്നൊരു മനുഷ്യൻ കുഷ്ഠരോഗത്താൽ തളരുന്നത് നാം വായിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രം കൈവിടപ്പെട്ട രോഗം, വൈദ്യശാസ്ത്രത്തിന് അസാധ്യമെന്ന് പറയുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന രോഗം. പ്രിയപ്പെട്ടവരെ, നാമാൻ ഒരു കാര്യം ചെയ്തു. നാമാൻ ദൈവത്തെ അന്വേഷിച്ചു.
ഒരുപക്ഷെ വൈദ്യശാസ്ത്രം കൈവിടപ്പെട്ട രോഗബാധിതമായ ശരീരത്തിനുടമകളായിരിക്കാം നമ്മളിൽ ചിലരെങ്കിലും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നിരിക്കാം. ഇനി ഒന്നും സാധ്യമല്ല, ഇനി ആരെക്കൊണ്ടും സൗഖ്യപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് പറയപ്പെട്ട ജീവിതത്തിനുടമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ശാലോം ടിവിയുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നാമാനെ സുഖപ്പെടുത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പുറപ്പാട് 15:26 ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നിന്റെ രോഗം എന്തുമാത്രം വലുതാകട്ടെ, എന്തുമാത്രം ചെറുതാകട്ടെ, ആ അനുഭവത്തിലേക്ക്, രോഗത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, യേശയ്യാ 53:5 നമ്മൾ ഇപ്രകാരം പഠിക്കുന്നില്ലേ? അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞതാണ്. വിശ്വസിച്ച നീ രാത്രിയിൽ സൗഖ്യം ഏറ്റെടുക്കുമെങ്കിൽ അത്ഭുതകരമായ കരസ്പർശനത്തിന്റെ സാന്നിധ്യം നിനക്ക് സ്വന്തമായി അനുഭവിക്കാൻ കഴിയും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യം കൊടുത്ത കർത്താവിനെ കുറിച്ചാണ് നാം ഈ സാക്ഷ്യത്തിൽ കേൾക്കുക. ജെസ്സി എന്ന സഹോദരി കൊല്ലത്ത് നിന്നാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. തൻ്റെ മകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ച് സൗഖ്യം വാങ്ങിയതിൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ മകൾക്ക് ഹെർണിയ എന്ന രോഗമായിരുന്നു. 3 ഡോക്ടർമാരെ കണ്ടു. എല്ലാവരും ഓപ്പറേഷൻ വേണമെന്നായിരുന്നു പറഞ്ഞത്. ഞങ്ങൾ സ്ഥിരമായി ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരാണ്. ജാഗരണ പ്രാർത്ഥനയുടെ സമയത്ത് രോഗമുള്ള ഭാഗത്ത് കൈവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പിന്നീട് ഇതുവരെയും ആ രോഗം ഉണ്ടായിട്ടില്ല. ദൈവത്തിന് 1000 നന്ദി. കരങ്ങളടിച്ച് നന്ദി പ്രകാശിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 34-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് തൻ്റെ പ്രവാചകനായ മോശയോട് പറയുന്നുണ്ട്, മോശേ, ലോകത്ത് ഒരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കും. അതേ ജനമാണ് പുതിയ ഇസ്രായേലായ നാം. നമ്മുടെ ഇടയിൽ ലോകത്തൊരിടത്തും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ചെയ്യുവാൻ കരങ്ങൾ കുറുകാത്ത ഒരു ദൈവം നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ രോഗാവസ്ഥയുടെ അടുക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ ദൈവത്തെ കരമുയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശൈലിയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശൈലിയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക് വടക്കിയെടുത്ത് ശാപക്കിടക്ക് ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകൂ നീ, ജീവനിലേക്ക് നടന്നു പോകൂ നീ. പെരുമഴ പോലെ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോലെ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. കോഴിക്കോട് സ്വദേശിയായ ഷാൻഡോ എന്ന സഹോദരൻ എഴുതിയ കത്താണ് നമ്മൾ വായിക്കുന്നത്. കടബാധ്യതകളിൽ കർത്താവ് ഇടപെട്ട് അത്ഭുതകരമായി നയിച്ചതിൻ്റെ ഒരു സാക്ഷ്യവിവരണമാണ് നാം വായിക്കുന്നത്. എനിക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അതിനാൽ മാനസികമായി ഏറെ വിഷമിച്ചിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും കുടുംബാംഗങ്ങളും ഏറെ വേദനയിലായിരുന്നു. 2015 കഴിഞ്ഞ ഡിസംബറിൽ മാസത്തെ ജാഗരണ പ്രാർത്ഥനയിൽ സ്ഥലം വിൽപ്പന നടക്കുന്നതിന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. സ്ഥലവും വീടും വിറ്റ് കിട്ടിയാൽ നൈറ്റ് വിധിയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി.
അതിൻ്റെ ഫലമായി സ്ഥലം വിൽപ്പന നടന്നു. ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേകര് ഇന്ന് ശലോമിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ അവരുടെ ഒരു നീറുന്ന പ്രശ്നമാണ് കടബാധ്യതകൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടണം. ബാങ്ക് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ഞെരുക്കത്തിലായവരുണ്ട്. പലിശയ്ക്ക് പണമെടുത്ത് കടം കയറി മടുത്തവരുണ്ട്. വായ്പ വാങ്ങി തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത വിധത്തിൽ കടക്കെണിയിലായിട്ടുള്ളവരുണ്ട്. കുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കുവാൻ, വിവാഹം ചെയ്തയക്കുവാൻ സാമ്പത്തിക വഴികളില്ലാത്തത് കൊണ്ട് സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി, സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ രാത്രിയിൽ ശാലോം ടിവിയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വന്ന് അവൻ തുണയായി നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 46-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, ദൈവമാണ് എൻ്റെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവമാണ് എൻ്റെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കഷ്ടതകളിൽ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന, വിടുവിക്കുന്ന, അടഞ്ഞ വഴികൾ തുറക്കുന്ന കർത്താവിനെ കരമടിച്ച് നന്ദി പറഞ്ഞ് ഗാനം ആലപിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രിയപ്പെട്ടവരെ, ഏശയ്യാ പ്രവചനത്തിൻ്റെ 41-ാം അധ്യായം 17-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഉത്തരമരുളുകയില്ല എന്നല്ല ദൈവത്തിൻ്റെ വാക്ക്, ഞാൻ അവർക്ക് ഉത്തരമരുളും. ഒരു മനുഷ്യൻ്റെ ഞെരുക്കങ്ങളിലേക്ക്, കണ്ണുനീരിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ ദാഹമകറ്റുന്ന, അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ദൈവം ഇന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോലി ലഭിച്ചതിൻ്റെ ഒരു സാക്ഷ്യ വിവരണമാണ് നാം വായിച്ച് കേൾക്കുന്നത്. ഷെൽബി ബിജു എന്ന സഹോദരിയാണ്, ബഹ്റിൽ നിന്നാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഈ കത്ത്. ഞങ്ങൾ ബഹ്റിനിൽ കുടുംബമായി ജീവിക്കുന്നു. 2009 നവംബറിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. 2011 ഫ്രീ വിസ എടുത്ത് തിരിച്ചു വന്നെങ്കിലും ജോലി ലഭിച്ചില്ല. സാമ്പത്തികമായി ഏറെ ഞെരുങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. നിയോഗം ടിവിയുടെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഏപ്രിൽ മാസത്തിൽ ഭർത്താവ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തെങ്കിലും ജോലി ലഭിച്ചില്ല. മെയ് മാസത്തെ ജാഗരണ പ്രാർത്ഥനയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇടപെട്ടു. 1 മാസം തികയുന്നതിന് മുമ്പ് ഭർത്താവിന് ജോലി ലഭിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നൈറ്റ് വിഷനോട് ചേർന്ന് ഈ കുടുംബം മുഴുവനും കണ്ണീരോടെ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ വഴി തുറന്ന് നല്ല ദൈവം ഈ കുടുംബത്തെ ജോലി നൽകി അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഗാനം ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവരെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവരെ.
ജെറമിയ പ്രവചനത്തിൻ്റെ 31 അധ്യായത്തിൻ്റെ 13 തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ അവരുടെ വിലാപം ആഹ്ലാദ നൃത്തമാക്കി മാറ്റും, ദുഃഖമകറ്റി അവരെ സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, ദുഃഖമകറ്റി അവരെ സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഏശയ്യായിലൂടെ കർത്താവ് പറയുന്നുണ്ട്, അമ്മയെ പോലെ ഞാൻ അവനെ ആശ്വസിപ്പിക്കും. ഒരു വ്യക്തിയുടെ കണ്ണുനീരുള്ളിടത്ത് ആശ്വാസം നൽകുന്ന കരവുമായി, സാന്നിധ്യവുമായി നമ്മുടെ കർത്താവ് കടന്നു വരാറുണ്ട്. സെഫാനിയ പ്രവചനത്തിൽ നമ്മൾ ഇപ്രകാരം പഠിക്കുന്നു: സിയോനെ നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. വിജയം നൽകുന്ന നമ്മുടെ അപമാനങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ എല്ലാം ആനന്ദമാക്കി മാറ്റുന്നവൻ, വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറ്റുന്ന, തീർക്കുന്നവനായ ദൈവം നമ്മോട് കൂടെ വസിക്കുകയാൽ നമുക്ക് ഈ രാത്രി സന്തോഷിക്കാം. അപ്രകാരം അത്ഭുതകരമായി ഒരു കുടുംബത്തിൻ്റെ അപമാനത്തിലേക്ക് ഇറങ്ങി വന്ന്, കുടുംബത്തിൻ്റെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വന്ന് അവരനുഗ്രഹിച്ച നല്ല തമ്പുരാൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ കത്തിൽ നാം വിവരിച്ച് കേൾക്കുക. മിലി സാബു കോഴിക്കോട് നിന്ന് എഴുതിയ കത്താണ്. അനുജത്തിയുടെ ഭർത്താവിന് വേണ്ടിയാണ് കത്ത് എഴുതുന്നത്. എൻ്റെ അനുജത്തിയുടെ ഭർത്താവ് കാസർഗോഡ് ജില്ലയിൽ ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. 1.5 വർഷം മുമ്പ് ബാങ്കിൻ്റെ ATM നിന്ന് 3 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തി. പരിശോധനയിൽ ATM-ന് തകരാറില്ലെന്നും തെളിഞ്ഞു. സ്വാഭാവികമായും അക്കൗണ്ട്സ് കൈകാര്യം ചെയ്തിരുന്ന അനുജനെയും ക്യാഷറെയും സസ്പെൻഡ് ചെയ്തു. ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളുടെ കുടുംബം മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യമായി. ഞങ്ങൾ കുടുംബമായി ജാഗരണ പ്രാർത്ഥനയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യഥാർത്ഥ കള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രാർത്ഥന കേട്ട് അപമാനത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച ദൈവത്തിന് 1000 നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ കണ്ണുനീരിൻ്റെ ഉറവിടങ്ങളിലേക്ക് ഇറങ്ങി വന്ന്, നമ്മുടെ അപമാനത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കണ്ണുനീരിൻ്റെ വഴികളെല്ലാം ആനന്ദമാക്കി മാറ്റുന്ന നല്ല ദൈവം ഇന്നും നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ നമ്മുടെ സമീപത്തുണ്ടാകയാൽ കരങ്ങൾ ഉയർത്തി, കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ ഗാനം ആലപിച്ച് അവിടുത്തെ ആരാധിക്കാം. കരമുയർത്തിയടിക്കാം. അവൻ വല്ലവൻ, അവൻ ദയോ എന്നുള്ളത്. നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയോ എന്നുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. അവൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് അനേകം രാജ്യങ്ങളിൽ ഷാലോം TV-യോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിലുള്ളവർ മാത്രമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ രാത്രിയിൽ തമ്പുരാൻ്റെ പക്കലേക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നമ്മളും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ലോകത്തിന് വേണ്ടി, ശാലോം ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുമയോടെ പ്രാർത്ഥിക്കാം. ഒരുപാട് ദൈവശക്തി ലോകമെമ്പാടും പെയ്തിറങ്ങുന്ന ഈ രാത്രിയിൽ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അനുഗ്രഹീതമായി തീരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ സ്നേഹത്തോടെ ചേർത്ത് വെക്കാം. ജോബ് തൻ്റെ സഹോദരർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ
പ്രാർത്ഥിക്കുമ്പോൾ അവന് നഷ്ടമായിരുന്ന ഐശ്വര്യം മടക്കിക്കൊടുത്തവനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കുകയാണ്. സ്നേഹത്തോടെ ശാലോം ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിന് അനുഗ്രഹമായി തമ്പുരാൻ ഉയർത്തി മിനിസ്ട്രിക്ക് വേണ്ടി നാം ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിലേക്കും കർത്താവ് ഇറങ്ങി വരും. അനേകർ കണ്ണുനീരപ്പെടുന്ന ഈ മിനിസ്ട്രിയെ ദൈവങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരിൻ്റെ ഉറവിടങ്ങളിലേക്കും നല്ലവനായ ദൈവം കടന്നു വരും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വലതുകരം ഉയർത്തിപ്പിടിച്ച് കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ യേശുവേ, ശാലോം ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് അങ്ങ് വിളിച്ച അഭിഷേകം ചെയ്ത എല്ലാ ജീവിതങ്ങളെയും ഈ രാത്രിയിൽ വീണ്ടും അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ശാലോം ശുശ്രൂഷകളിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം ശുശ്രൂഷകൾക്ക് വേണ്ടി, ശാലോം പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സൺഡേ ശാലോമിന് വേണ്ടി, ശാലോം മലയാളം മാസികയ്ക്ക് വേണ്ടി, ഇംഗ്ലീഷ് മാസികയ്ക്ക് വേണ്ടി, തമിഴ് മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ പ്രസിദ്ധീകരണങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി നാം പ്രാർത്ഥിച്ച നിയോഗങ്ങളിലേക്ക് ആത്മാവ് ഇറങ്ങുവാൻ വേണ്ടി സ്വതന്ത്രമായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കരങ്ങളടിച്ച് മഴയണമേ. ആദിയിലെന്നതുപോൽ ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, മഴയണമേ. ആദിയിലെന്നതുപോൽ ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, മഴയണമേ. ആദിയിലെന്നതുപോൽ ദാസരിൽ നിറയണമേ. വലതുകരം ഉയർത്തിപ്പിടിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടിവിയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അനേകം കുടുംബങ്ങളുടെ, അനേകം വ്യക്തികളുടെ വിശുദ്ധീകരണത്തിനായി ശാലോം ടിവിയെ അഭിഷേകം ചെയ്തതിന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എല്ലാ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, ബലം പകരണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം ടിവിയെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സിന് വേണ്ടി, DTH നെറ്റ്വർക്കുകാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോമിന്റെ ഇംഗ്ലീഷ് ചാനലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ ജനതയ്ക്ക് അനുഗ്രഹമായി മാറ്റണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോമിന് വേണ്ടി
ശാലോമിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ശാലോമിന്റെ പത്രമാസികകൾ വിതരണം ചെയ്യുന്ന ഏജന്റുമാരെ അനുഗ്രഹിക്കണമേ. ശാലോം പീസ് ഫെലോഷിപ്പിലുള്ള എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിച്ചുയർത്തണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, 7 ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മാത്രമാണ് ഏകരക്ഷകനെന്ന് സർവ്വജനങ്ങളും അറിയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ വാതിലുകൾ ശാലോം ശുശ്രൂഷകൾക്കായി തുറന്നു തരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, തിരുസഭയ്ക്ക് അനുഗ്രഹമായി ശാലോം ശുശ്രൂഷകളെ വീണ്ടും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ നന്നായി ഒന്ന് ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാ കത്തുകളിലൂടെ മെയിലുകളിലൂടെ ഒരുപാട് ജീവിതങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാസങ്ങൾ മുഴുവനും 10,000ങ്ങളാണ് ശാലോമിലേക്ക് പ്രാർത്ഥന ചോദിച്ചു വിളിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവർ, അവരെല്ലാം ഇരു കരങ്ങളിലേക്ക് ഉയർത്താം. നമ്മോട് പ്രാർത്ഥന ചോദിച്ചവര്, പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഏറ്റിരിക്കുന്നവര് എല്ലാവരെയും ദൈവകരങ്ങൾ ഒരുമയോടെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ വീണ്ടും ഒരു ഉണർവിന് വേണ്ടി ദൈവം ഉയർത്തി മിനിസ്ട്രിയെ നമുക്കൊരുമയോടെ സമർപ്പിക്കാം. യേശുവിന്റെ വചനം പ്രകാരം പറയുന്നില്ലേ, അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. യേശു മാത്രമാണ് ഏകരക്ഷകനെന്ന് ലോക ജനത അറിയട്ടെ. ഇരു കരങ്ങളെയും ഉയർത്തി ലോകം മുഴുവനെയുമുള്ള സകല ഗോത്രങ്ങളെയും സകല വംശങ്ങളെയും യേശുവിനായി സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രി നമുക്ക് ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. യേശു മാത്രം ഏകരക്ഷകനെന്ന് സർവഗോത്രങ്ങളും അറിയട്ടെ, സകല വംശങ്ങളും അറിയട്ടെ. തളർന്ന സഭാ സമൂഹങ്ങള് ഈ രാത്രിയിൽ ആത്മാവിനാൽ ജീവൻ പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. 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 പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ, ആത്മാവിനെ അയക്കണമേ, ആത്മാവിനെ അയക്കണമേ. ഹല 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 ഹല. യേശുവേ ആരാധന. ഹല്ലേലൂയ. കുമാരാ രക്ഷകനാമീശോനാഥാ, ഇരു കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച് ആത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്, ഇപ്പോഴീ ഭൂമിയിലേക്ക് എല്ലാ രാജ്യങ്ങളെയും ഓർത്തുകൊണ്ട് ഏകകുമാരാ രക്ഷകനാമീശോനാഥാ, അയക്കൂ നിന്റെ ആത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്, ഇപ്പോഴീ ഭൂമിയിലേക്ക് വസിക്കട്ടെ ദിവ്യാത്മാവ്, വസിക്കട്ടെ ദിവ്യാത്മാവ്, സർവജനത്തിൻ കൃത്തിൽ വസിക്കട്ടെ, വസിക്കട്ടെ ദിവ്യാത്മാവ്, സർവജനത്തിന് സർവജനത്തിൻ കൃത്തിൽ